വാശിയെങ്കിൽ വാശി. വൈഫിനോട് ഓളുണ്ടാക്കിയ കറി രസമില്ല എന്ന് പറഞ്ഞപ്പോൾ ഓളൊരു വെല്ലുവിളി, നിങ്ങൾ ഉണ്ടാക്കി കാണിക്കുന്നു. ഉണ്ടാക്കും, ഉഷാറാക്കി ഉണ്ടാക്കും. ചിക്കൻ കറി ഗ്രേവി ആക്കണം, ചപ്പാത്തിയും കൂട്ടി കഴിക്കണം. 4-5 കൊല്ലം ബാച്ചിലർ ലൈഫിൽ കയ്യിൽ കുത്തിയ പരിചയമുള്ളതുകൊണ്ട് ഓളുണ്ടാക്കുന്ന കറിനേക്കാൾ നന്നാക്കണം. അതിനുള്ള 1-2 രഹസ്യക്കൂട്ടുകൾ ഞാൻ കണ്ടുവച്ചിട്ടുണ്ട്. ആദ്യത്തെ ഇത് തന്നെ, കുറച്ച് എണ്ണയിൽ മഞ്ഞപ്പൊടിയും മുളക് പൊടിയും മല്ലിപ്പൊടിയും ഒക്കെ അവിടെ നന്നായിട്ട് അങ്ങോട്ട് വറുക്കുക. എന്നിട്ട് നന്നായിട്ട് അങ്ങോട്ട് കരിക്കുക. അടുപ്പത്ത് കുക്കറിൽ കുറച്ച് എണ്ണ ഒഴിച്ച് തക്കാളി ഉള്ളിയിട്ട് നന്നായിട്ട് അങ്ങോട്ട് മൂപ്പിക്കുക. അതിക്ക് നമ്മളെ തക്കാളി ഉള്ളിയും പാടെ മിക്സിയിൽ അരച്ച് വെച്ച് അങ്ങോട്ട് നന്നായിട്ട് ചേർക്കുക. എന്നിട്ട് കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും പാടെ മിക്സ് ചെയ്ത പേസ്റ്റും കൂടെ ചേർക്കുക. ഇത് നന്നായിട്ട് അങ്ങോട്ട് ഇളക്കുക. കുറച്ച് ക്യാപ്സിക്കം കൂടെ ഇടുക. എന്നിട്ട് നേരത്തെ നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള നമ്മളെ കരിച്ച നമ്മളെ ഇതുണ്ടല്ലോ, ഇത് മസാല ചേർക്കുക. നന്നായിട്ട് ഇളക്കുക. അതിലേക്ക് ഒരു ടേബിൾ സ്പൂണ് നമ്മളെ ഗരം മസാലയും ചേർക്കുക. ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിക്കുക. ഈ വെള്ളം ഒഴിക്കുമ്പോൾ വളരെ ശ്രദ്ധിച്ച് വെള്ളം ഒഴിക്കണം. ഗ്രേവിക്കുള്ള സാധനമാണ്. അതിലേക്ക് നമ്മൾ നന്നായിട്ട് വെള്ളം തിളച്ചതിന് ശേഷം മാത്രം ഉപ്പിട്ടായിട്ട് ഉപ്പ് പാകമാണെന്ന് ഉറപ്പ് വരുത്തുക. വെള്ളം കണ്ട് തിളച്ച് അതിനെ കളകളകളാന്ന് സൗണ്ട് ഉണ്ടാക്കുന്ന സമയത്തായിരിക്കും നമ്മൾ കഴുകി വെച്ച ചിക്കൻ അങ്ങോട്ട് ചേർക്കുക. ചിക്കൻ നന്നായിട്ട് വെന്തോട്ടെ, നന്നായിട്ട് മൂത്തോട്ടെ. എന്നിട്ട് 4-5 പ്രാവശ്യം വിസിലടിക്കട്ടെ. അടിച്ച് ഇങ്ങോട്ട് പാകമായിട്ട് വരട്ടെ. അങ്ങനെ തിളച്ച് മറിഞ്ഞ് നമ്മളെ ചിക്കൻ ഗ്രേവിയിൽ ഒരു പൊടിക്ക് നമ്മൾ ബട്ടർ ചേർക്കണം. ബട്ടർ ചേർത്തതിന് ശേഷം കുറച്ച് മല്ലിയിലയും കരിവേപ്പിലയും കൂടെ ചേർക്കുക. എന്നിട്ട് നന്നായിട്ട് അങ്ങോട്ട് ഇളക്കി കൊടുക്കുക. എന്താ മണം! ഇനി ഇതും കൂട്ടി കഴിക്കാൻ നമുക്ക് ചപ്പാത്തി വേണം. ചപ്പാത്തി ഉണ്ടാക്കാനായിട്ട് കുറച്ച് മാവൊക്കെ കൂട്ടി കുഴച്ച് കഴിഞ്ഞാൽ അത് നമ്മൾ സെറ്റാക്കിയിട്ട് ഇനി നമ്മൾ തവല് ഇട്ട് അതിന് കുറച്ച് നെയ്യൊക്കെ ഇട്ട് നന്നായിട്ട് ചൂടാക്കി എടുത്ത് ഇനി കാസ്ട്രോളൊക്കെ എടുത്ത് വെച്ച് താക്കണം. ഇനി ഒരു കട്ടൻ ചായയൊക്കെ ഉണ്ടാക്കിയിട്ട് എല്ലാവർക്കും പാടെ ഒന്നിരിക്കണം. സംഭവം ഒരു വാശിക്കാണെങ്കിലും ഡിന്നർ മക്കൾക്ക് ഞാൻ ആദ്യമായിട്ടാണ് ഉണ്ടാക്കി കൊടുക്കുന്നത് കേട്ടോ. സംഭവം നല്ല രസമായി, നല്ല കളറായി. അങ്ങനെ മക്കളെയും ഒപ്പം ഇരുത്തി ഓളോടുള്ള വാശി നിർത്ത്. മക്കളോട് ചോദിച്ചിട്ട് അവർക്ക് അഭിപ്രായമൊന്നും അവർ പറഞ്ഞില്ല, പറയാനായിട്ടില്ല. അതുകൊണ്ടായിരിക്കും. ഏതായാലും ഞാൻ എന്നോട് തന്നെ പറഞ്ഞ് നല്ല രസമുണ്ട്.